ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഫുൾ മൂണിൽ നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത എന്തോ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ഫുൾ മൂണിൽ. അത് നിങ്ങളുടെ എന്തോ വലിയ ഒരു പ്രശ്നത്തിന് പുറത്ത് വരാൻ വേണ്ടി ഈ ഒരു ഫുൾ മൂൺ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് അത് ഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ഫുൾ മൂണിൽ. അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ എന്തോ വലിയ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ എന്തോ വലിയൊരു ദുഃഖത്തെ ഈ ഒരു ഫുൾ മൂൺ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും ദൈവമേ ഇത് ഒരിക്കലും മാറത്തില്ല എന്ന്. പെട്ടെന്ന് സഡൻ ആയിട്ടായിരിക്കും ഇതിലൊരു മാറ്റം ഉണ്ടാവുന്നത്. കാരണം നിങ്ങൾക്ക് പല സമയവും തോന്നിയത് ഈ ഒരു പ്രോബ്ലം നിങ്ങളുടെ കൺട്രോളിന് പുറത്തു പോയി നിങ്ങൾക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. പക്ഷേ ഇതിലൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്തോ ആയിക്കൊള്ളട്ടെ, ഈ ഫുൾ മൂണിന് അടുത്തുള്ള ദിവസം അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവസം നിങ്ങൾക്കിതിലൊരു പരിഹാരം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നാളെയാണ് ഫുൾ മൂണ്. ചിലപ്പോൾ ഫുൾ മൂണിന് ശേഷം കുറച്ച് ദിവസങ്ങൾ പോകും. പക്ഷേ ന്യൂ മൂണിന് മുമ്പേ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് പ്രോബ്ലമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലത്തിനുള്ള പരിഹാരമാണ് ഞാൻ പറഞ്ഞത് ഇന്ന ദിവസത്തിനുള്ളിൽ നടക്കുമെന്ന്. ഫുൾ മൂണിൻ്റെ ആ ഒരു അടുത്തൊക്കെ നിങ്ങളുടെ ആ ഒരു എനർജി വാട്ടർ എനർജി ആയിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫേവറിലാക്കാൻ ഈ ഒരു എനർജി നിങ്ങളെ സഹായിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ഫുൾ മൂണിൻ്റെ ആ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹമാണോ ഉള്ളത് അത് നിങ്ങൾ ചിലപ്പോൾ ഭഗവാനോട് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാവത്തില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് പെട്ടെന്ന് സാധ്യമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളത്, അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും മാറ്റി തരണം എന്ന് നിങ്ങൾ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടാകും. അത് വിചാരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മസന്തുഷ്ടിയില്ലേ, ആ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാകും ഈ ഒരു ഫുൾ മൂണിൻ്റെ ആ ഒരു എനർജി ഉള്ള ദിവസം എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒത്തിരി വെള്ളം നിങ്ങൾ കുടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ദിവസങ്ങളിൽ. ഇവിടെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ആകർഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഫുൾ മൂൺ എനർജിയിൽ. കൂടുതലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അത് നിങ്ങൾ അഫർമേഷനായിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫുൾ മൂണിൻ്റെ ദിവസം. പിന്നെ നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും ഗോ വിത്ത് ഫ്ലോയിൽ പോവാം എന്നുള്ള രീതിയിൽ. അതായത് എന്ത് കാര്യമാണെങ്കിലും അത് തനിയെ നേരെയാകും, ഞാൻ ഗോ വിത്ത് ഫ്ലോയിൽ പോകാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ പരിവർത്തനത്തിനെ എക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാറിയ ആ ഒരു സാഹചര്യത്തിനെ എക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണോ നിങ്ങളുടെ കൺട്രോളിന് പുറത്തുള്ളത് അത് തനിയെ ശരിയാവട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ കൺട്രോളിലുള്ളത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് കൺട്രോളിന് പുറത്തായിട്ടുള്ളത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തനിയെ ശരിയാവട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ടും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട്, മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരത്തില്ല, അത് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെള്ളത്തിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ സ്വപ്നത്തിലും നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ എനർജി കാണാൻ സാധിക്കും. നിങ്ങളുടെ ആത്മാവിന് ഒരു സന്തുഷ്ടി, തൃപ്തി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആഗ്രഹിക്കും പോലെ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കും പോലെ പല കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്ന മജീഷ്യൻ്റെ ആ ഒരു എനർജി ആയിരിക്കുകയാണ്. ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വാട്ടറിൻ്റെ ആ ഒരു എനർജി ധനലാഭത്തിൻ്റെ ആ ഒരു സങ്കേതം നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും സാധനം നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ലഭിക്കുന്നതായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ ധനത്തിൻ്റെ ആ ഒരു ലാഭം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്തായാലും ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു ലാഭം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. വാട്ടർ അഫർമേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ആ വെള്ളത്തിനോട് നിങ്ങൾ ആഗ്രഹം പറയുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. പറ്റുമെങ്കിൽ മിററിൻ്റെ ആ ഒരു അഫർമേഷനും പറയുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മിററിൽ നോക്കി പറയുക.
ഇവിടെ വീണ്ടും ഞാൻ പറയാണ്, ഫുൾ മൂൺ തൊട്ട് ന്യൂ മൂൺ വരെയുള്ള ആ ഒരു സമയം നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്ന ഒരു സമയമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ പ്രാർത്ഥന ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. ഇവിടെ ഈ ഗ്രഹങ്ങളുടെ ആ ഒരു ഗോചാരവും അങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് ഫേവറായിട്ട്. ശബ്ദത്തിൻ്റെ ആധാരത്തിൽ നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഫലിക്കും. അപ്പോൾ നിങ്ങൾ നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഇവിടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് റെസ്പെക്റ്റും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആരോ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം നല്ലതുപോലെ അറിയാം. നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ, ഇപ്പോഴത്തെ കാര്യങ്ങൾ എല്ലാം നല്ലതുപോലെ അറിയാം. അപ്പോൾ നിങ്ങളെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറാക്കി എന്നുള്ള കാര്യത്തിലുള്ള ഒരു പ്രശംസയായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം അവർക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്, ഇപ്പോഴത്തെ ലൈഫും അറിയാം. അപ്പോൾ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ഒരു വ്യക്തി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു റെസ്പെക്റ്റ് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഫോർമാലിറ്റിയിൽ റെസ്പെക്റ്റ് തരുന്നതല്ല, അവർ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരു ഐഡലാക്കി മാറ്റാൻ തോന്നും. ഈ വ്യക്തി ജീവിതത്തിൽ ഇത്രയും മാത്രം സഹിച്ചിട്ടാണ് ഇതുവരെ എത്തിയത് എന്നുള്ള തോന്നൽ മറ്റുള്ളവരിൽ വരുമ്പോൾ അവർ നിങ്ങളെ ഐഡിയലാക്കി മാറ്റും. അങ്ങനൊരു തോന്നൽ ഒരാൾക്ക് നിങ്ങളെ കാണുമ്പോൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് കാരണം അവർ നിങ്ങളെ പ്രശംസിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തി ദുഃഖത്തിൽ ഇമോഷണലി മെൻ്റലി അതൊന്ന് തകർന്നു പോകും. പക്ഷേ ആ വ്യക്തി അങ്ങനെ ആ ഒരു തകർന്ന അവസ്ഥയിൽ നിന്നാണ് ശക്തരായിട്ട് തിരിച്ചു വരുന്നതും. നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ താല്പര്യമില്ലാത്തവർ പോലും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പിറകിൽ പുകഴ്ത്തി പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒത്തിരി പ്രശംസ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂണിന് ശേഷം ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങളെക്കുറിച്ച് ആൾക്കാർ പുകഴ്ത്തി പറയുന്നതാണ്. നിങ്ങളെ എല്ലാവരും പുകഴ്ത്തി പറയണം, നിങ്ങൾക്ക് എല്ലാവരും റെസ്പെക്റ്റ് തരണം, വാല്യൂ തരണം എന്ന് നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും പോലെ അത് വർക്കാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ നിങ്ങളോട് അവരുടെ പ്രശ്നത്തിന് പരിഹാരം ചോദിച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം നിങ്ങളിൽ നിന്ന് പരിഹാരം അവർക്ക് ലഭിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നു. പിതാവ് അല്ലെങ്കിൽ പിതാവ് സമാനമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്കൊരു നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മുന്നേ പിതാവുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിരുന്നു, പിതാവിൻ്റെ സപ്പോർട്ട് ലഭിച്ചില്ലായെങ്കിൽ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളോട് തെറ്റായിട്ടുള്ള ബിഹേവിയറാണ് ചെയ്തത് എങ്കിൽ അവർക്ക് തന്നെ സ്വയം തോന്നും നിങ്ങളോട് ചെയ്ത് തെറ്റായി പോയി എന്ന്. അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള എനർജി ആയിരിക്കും നിങ്ങളുടേതിനി. തിരികെ അവർ നിങ്ങളുടെ ലൈഫിൽ വന്ന് വീണ്ടും നിങ്ങളുമായിട്ടുള്ള ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ കുഴപ്പം കാരണമാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം തകരാറിലായെങ്കിൽ അവർ തന്നെ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ബന്ധം നേരെയാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ അബ്രോഡോ അല്ലെങ്കിൽ വിദേശത്തോ പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രിയജനങ്ങളെ കാണാനായിട്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനുള്ള മാർഗം തെളിഞ്ഞു വരുന്നുണ്ട്, നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് അതർ സ്റ്റേറ്റിലേക്ക് പോകുന്നതായിട്ട് അങ്ങനെയും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ആരെയോ കാണാനാണ് അവിടെ പോകുന്നത്, അതിൻ്റെ വ്യവസ്ഥ ഇതുവരെയും റെഡി ആവുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അതിൻ്റെ വ്യവസ്ഥ റെഡി ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ട്രാവൽ ഉണ്ട്. ആ ഒരു ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രാവൽ ഉണ്ടെങ്കിൽ അത് നടക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. തടസ്സങ്ങളെല്ലാം മാറുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് ഈ ദിവസങ്ങളിൽ ട്രാവൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ്. ഉറപ്പായിട്ടും ആ ഒരു ട്രാവൽ നടക്കുന്നതാണ്. ഇനി ഇതല്ല എങ്കിൽ എന്തെങ്കിലും കാര്യം ഡിലേയിൽ പോവുകയാണ്, വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തടസ്സങ്ങൾ വരികയാണ്. അങ്ങനെയെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഡിലേയിൽ പോകത്തില്ല ഇനി ആ ഒരു കാര്യം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
പക്ഷേ ഇനി ഒരാളുടെയും കൺട്രോൾ നിങ്ങളുടെ മേൽ ഉണ്ടാവത്തില്ല. നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ മേലായിരിക്കും ഇനി ഉണ്ടാവുക എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് വ്യക്തിയാണോ നിങ്ങളെ പൂർണ്ണമായും കൺട്രോളിൽ വയ്ക്കാൻ ശ്രമിക്കുന്നത്, ആ ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ച് നിങ്ങൾ പുറത്ത് വരുന്നതായിട്ട്, കൺട്രോളിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് സ്വയം അറിയാൻ പറ്റത്തില്ല ആരെങ്കിലും ഇവരെ കൺട്രോളിൽ വയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും നമ്മൾ ആരോ കൺട്രോളിലാണ് എന്ന്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പതുക്കെ ആ ഒരു കൺട്രോളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കണ്ണു വച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുകയാണ്. അതായത് നിങ്ങൾ എപ്പോഴും സ്റ്റക്കായിട്ടിരിക്കണം, നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പാടില്ല. അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ചില സമയം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഡബിൾ എനർജി നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവത്തില്ല. പിന്നെയാണ് മനസ്സിലാവുന്ന ഈ വ്യക്തി നമ്മുടെ ജോലി നേരെ ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ മൂണിൽ ആ ഒരു സമയം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി ആരാ എന്ന്, ആ ഡെവിളിഷ് എനർജി ആരാ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു ഇവർ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വയ്ക്കുകയാണ് എന്ന്. പക്ഷേ ഫുൾ മൂൺ ആകുമ്പോൾ ഈ ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വ്യക്തി നിങ്ങളുടെ ശുഭമായിട്ടുള്ള കാര്യങ്ങളല്ല ആഗ്രഹിക്കുന്നത്, അശുഭമായിട്ടുള്ള കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശുഭചിന്തകനാണ് ഇയാളെന്ന്. നിങ്ങളുടെ മുന്നിൽ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുകയും പിറകിൽ നിങ്ങളെക്കുറിച്ച് മോശം ചിന്തിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തി നെഗറ്റീവ് എനർജി ഉള്ള ആളാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കുറച്ചൊന്ന് ഈ വ്യക്തിയെ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കാണാൻ പറ്റാത്തതായിട്ട് ഹൈഡാക്കിയിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ അന്ധകാരം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ സണ്ണിൻ്റെ എനർജി ഇങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ അന്ധകാരമാണ് ഉണ്ടായിരുന്നത് അതിനെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലത് ഏത് ചീത്ത ഏതെന്ന് മനസ്സിലാക്കി തരണം. നിങ്ങളുടെ മേൽ ആരെങ്കിലും മോശം ആരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നു. അപ്പോൾ സണ്ണിൻ്റെ എനർജി വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. സണ്ണിൻ്റെ എനർജി വരുമ്പോഴാണ് നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ സമയത്തിൻ്റെ പ്രഭാവം വളരെ നല്ലതാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി എന്തെങ്കിലും സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി സമയം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ പറ്റുമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ട്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു എനർജിയെ മജീഷ്യൻ്റെ ആ ഒരു എനർജിയിൽ കൊണ്ടുവന്നിട്ടില്ല. എപ്പോഴും നിങ്ങളെ എല്ലാവരെയും പോലൊരു സാധാരണ വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് മജീഷ്യൻ്റെ ആ ഒരു പവറുണ്ട്. നിങ്ങൾ മറ്റൊരാളെയും നിങ്ങളെയും വെച്ച് താരതമ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരെയും കാട്ടി വളരെ ചെറുതാണ്, നിങ്ങൾക്ക് ഒന്നും അവരെ പോലെ ചെയ്യാൻ സാധിക്കത്തില്ല, അങ്ങനെയൊക്കെ വളരെ ചെറുതായിട്ടാണ് നിങ്ങൾ കണ്ടത്. അവരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിലെല്ലാം നല്ലത് സംഭവിക്കുന്നു, അവരുടെ ആ ഭാഗ്യം അവരെ സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ ഭാഗ്യം മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നു. അത് ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഭാഗ്യം മറ്റുള്ള ആളുടെ ഭാഗ്യവുമായിട്ട് താരതമ്യം ചെയ്യത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കത്തില്ല നിങ്ങളെ. ഇപ്പോൾ ആൾക്കാർ നിങ്ങളോട് സംസാരിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ് നിങ്ങളോടവർ. അതായത് നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തിയിട്ട്, പോകുന്ന വഴി തടസ്സപ്പെടുത്തിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവർ നിങ്ങളുടെ ഹൃദയം വേദനിപ്പിക്കുന്നോ നിങ്ങളെ വിഷമിക്കുന്നോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കത്തില്ല. മറിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇവിടെ ആൾക്കാർ ഇങ്ങോട്ട് നിങ്ങളോട് സംസാരിച്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ കുഞ്ഞുങ്ങൾ പോലും നിങ്ങളെ നോക്കുന്നതായിട്ട്, നിങ്ങളോട് സംസാരിക്കാൻ വരുന്നതായിട്ട് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു. ആൾക്കാർ എപ്പോഴാണ് ഇങ്ങോട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത്, കുഞ്ഞുങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നല്ല സമയം എത്തിക്കഴിഞ്ഞു എന്ന്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കത്തില്ല, അറിഞ്ഞൂടാത്ത കുട്ടികളായിരിക്കും, പക്ഷെ നമ്മുടെ മുഖം നോക്കി അവർ ചിരിക്കും, അതും നല്ലതാണ്. പിന്നെ ജീവികൾ നിങ്ങളുടെ അടുത്തേക്ക് വരിക, അതായത് പക്ഷികളായിക്കൊള്ളട്ടെ, കാക്കകളായിക്കൊള്ളട്ടെ, പ്രാവുകളായിക്കൊള്ളട്ടെ, പശു ആയിക്കൊള്ളട്ടെ, പട്ടികളായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ അടുത്തേക്ക് വരിക. അത് നിങ്ങളുടെ നല്ല സമയമായി, നിങ്ങളുടെ ലക്ക് നിങ്ങളെ കൂടെ നിൽപ്പുണ്ട് എന്നതിൻ്റെ അർത്ഥമാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇറിറ്റേറ്റ് ആവരുത്. ചില മനുഷ്യർ അങ്ങനെയാണ്. കാര്യങ്ങൾ നല്ലതായിട്ട് സംഭവിക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ വരും. അതായത് നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പക്ഷികളോ മൃഗങ്ങളോ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് ആഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ ഇറിറ്റേഷൻ ആവും. അങ്ങനെയൊന്നും തോന്നരുത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക അവർക്ക് വേണ്ടി. ഇവിടെ സമയം നിങ്ങളുടെ ഫേവറിലാണ് എങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവറായിട്ട് മാറും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഫുൾ മൂണിന് ശേഷം നിങ്ങൾ പുറത്ത് പോകുമ്പോൾ പശു നിങ്ങളുടെ അടുത്തേക്ക് വരിക, പട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് വരിക, സ്നേഹത്തോടെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, ദേഷ്യത്തോടെ അല്ല. ചിലപ്പോൾ പാവപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ആഹാരത്തിന് എന്തെങ്കിലും പൈസ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ളവർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവരെ സഹായിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവരെ സഹായിക്കുക. ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ കുറച്ച് ബോളിൽ വെള്ളം എടുത്ത് നിങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ വയ്ക്കുക. പക്ഷികൾക്കൊക്കെ കുടിക്കാനായിട്ട് അത് സഹായിക്കും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിമണികൾ നിങ്ങൾ വയ്ക്കുക. അവർക്ക് ആഹാരമായിട്ട് അവർ കഴിക്കുന്നതാണ്. അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദൈവം നമ്മുടെ രീതിയല്ല നോക്കുന്നത്, നമ്മുടെ ഭാവമാണ് നോക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ബുദ്ധി എന്താണ് നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരോട് പറയുമ്പോഴായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സ്ട്രഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രം സ്ട്രഗിൾ അനുഭവിച്ചാണ് നിങ്ങൾ ഇതുവരെ വന്നെത്തിയത്. പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്ത് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത്രയും നല്ലൊരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും തോന്നും ഇത്രയും വലിയ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നത് എന്ന് നിങ്ങൾക്കും അപ്പോൾ തോന്നും. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ഒത്തിരി മോശം അവസ്ഥയിൽ കൂടെയല്ലേ നിങ്ങൾ വന്നത്. അപ്പോൾ മറ്റൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനെ കാട്ടി സ്വയം നിങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആ ഒരു കാര്യത്തിൽ ഒരു വാല്യൂ ഉണ്ടാവുന്നത്. ഇവിടെ എത്ര തന്നെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്താലും ചില സമയം നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് വരത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട് നിങ്ങളോട് തന്നെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര നല്ല ട്രാൻസ്ഫർമേഷൻ വന്നാലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സന്തോഷം ഫീൽ ആവാത്തത്. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കുന്നത് അതിൽ നിങ്ങൾ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. വളരെ നല്ല ഒരു പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ. ഇവിടെ ഒരു സമയം കഴിയുമ്പോൾ ഇവിടെ മുന്നേത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു തോളിൽ കൈ തട്ടിയിട്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇപ്പോഴല്ല, ഒരു സമയം കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കും നിങ്ങളുടെ ലൈഫിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. വരാൻ പോകുന്ന സമയം ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ലാഭം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തിരികെ തരാതിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇനി ഈ ഒരു ഫുൾ മൂണിന് ശേഷം തിരികെ പൈസ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും ക്യാഷ് റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സമയം ഒരു ലോസ് ഉണ്ടായി. അതിലൊരു റിക്കവറി നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ക്യാഷ് ഇവിടെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് അതിൽ ഒരു ബലവും കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ബലം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആർക്കെങ്കിലും പൈസ നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു വസ്തുവിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാഭമാണ് ലഭിക്കാൻ പോകുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു, പക്ഷേ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ലാഭവും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ച വ്യക്തിയോട് നിങ്ങളൊരു 100 പ്രാവശ്യമെങ്കിലും കടം ചോദിച്ചു കാണും, പക്ഷേ അവർ തിരികെ തന്നില്ലായിരിക്കാം. പക്ഷേ ഇനി അവർ നിങ്ങൾക്ക് കടം തിരികെ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള നഷ്ടമാണോ സംഭവിച്ചത്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടോ ക്യാഷ് റിലേറ്റഡ് ആയിട്ടോ ഇല്ല എങ്കിൽ പൈസ റിലേറ്റഡ് ആയിട്ടോ എന്ത് രീതിയിലുള്ള നഷ്ടമാണോ സംഭവിച്ചത് അതിൻ്റെ ആ ഒരു നികത്തൽ വരാൻ പോകുന്ന സമയം ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്താണോ അത് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ആ ചാപ്റ്റർ ഇങ്ങനെ മാറാൻ പോവുകയാണ്. ആ ചാപ്റ്റർ മാറുമ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഈ ഫുൾ മൂണിന് അടുത്തുള്ള 2 ദിവസം ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് ഉണ്ടാകും. കോൺസെൻട്രേഷൻ ഇല്ലാതാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ 2 ദിവസം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാവുന്നത് പോലെ, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന പോലെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ശരീരത്തിൽ എപ്പോഴും ക്ഷീണം, എനർജി ലോ ആവുന്നതായിട്ടൊക്കെ ഫീലാകും നിങ്ങൾക്ക്. ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങൾക്ക് കാണാൻ തുടങ്ങിയാൽ നിങ്ങൾ ബ്ലാക്ക് ഓർ ബ്ലൂ കോമ്പിനേഷൻ ഒരിക്കലും ധരിക്കരുത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വൈറ്റ് കളറിലുള്ള ചന്ദനമില്ല, ആ ചന്ദനം ധരിക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെയുള്ള എനർജിയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ആ ഒരു ചന്ദനത്തിന് കഴിയും. കുറച്ച് പാസ്റ്റിലെ എനർജിയിൽ നിന്ന് പുറത്തു വരാൻ കൂടെ നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ ലക്ക് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ആരൊക്കെയാണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ, അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ളവരാണ് നിങ്ങളെ ശത്രുവായി കണ്ട് വിഷമിപ്പിക്കുന്നതെങ്കിൽ അവർ അവിടം വിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഫുൾ മൂണിന് ശേഷമുള്ള 6 ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എനർജി അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തി അവിടെ നിന്ന് പോയി എന്നുള്ള കാര്യം. എന്തായാലും 6 ദിവസത്തിന് ശേഷം നിങ്ങളെ ശത്രുവായി കണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആ വ്യക്തി പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 369 ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ മേജർ ചേഞ്ച് വരും. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത കർമ്മ, അതല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കർമ്മ ഈ ജന്മത്തിൽ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് നല്ലത് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയൊരു കാര്യം ഈ ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. 100% സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്ന ആ ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.